വചനമൊഴി ജനുവരി 2. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 3:20-26, മത്തായിയുടെ സുവിശേഷം 4:12-17. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ ഗലീലിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതിരുടെ ഗലീലി, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ നാട്ടിലും നിഴലിലും ഇരിക്കുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു. അപ്പോൾ മുതൽ ഈശോ പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ പരസ്യജീവിതം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചത്. ഈശോയുടെ ദൗത്യത്തെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നത്, അന്ധകാരത്തിലായിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ നാട്ടിലും നിഴലിലുമിരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു. രണ്ട് കാര്യമാണ്: അന്ധകാരത്തെ നീക്കുന്നവനായിട്ടും മരണത്തിലും പ്രത്യാശ നൽകുന്നവനായിട്ടുമാണ് ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ് ഈശോ പ്രസംഗിച്ചിരിക്കുന്നത്. കാരണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന അവസ്ഥയാണ്. ഈശോ മിശിഹ ഈ ഭൂമിയിൽ വന്നത് സ്വർഗരാജ്യം പ്രഘോഷിക്കാനാണ്, ദൈവത്തിൻ്റെ ഹിതം പ്രഘോഷിക്കുവാനാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന ഈശോ തൻ്റെ ജീവിതത്തിലൂടെ ജീവിച്ചതും പ്രബോധനങ്ങളിലൂടെ പഠിപ്പിച്ചതും. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത്, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം വന്നുകൊള്ളും. അന്ധകാരത്തിൽ കഴിയുന്ന ജനത്തിന് വലിയ പ്രകാശവും പ്രത്യാശയുമായി വർദ്ധിക്കുവാൻ ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമുക്ക് കടമയുണ്ട്. മരണത്തിൻ്റെയും മരണ സംസ്കാരത്തിൻ്റെയും ജീവിതം നയിക്കുന്നിടത്ത് പ്രത്യാശ പകരുവാൻ, പ്രത്യാശയുടെ സുവിശേഷം, ജീവന്റെ സുവിശേഷം പങ്കുവയ്ക്കുക, അതായിരിക്കണം ഓരോ ക്രൈസ്തവ ശിഷ്യൻ്റെയും ദൗത്യം. സത്യം അറിയാതെ ജീവിച്ചിരുന്ന അവസ്ഥയാണ് അന്ധകാരത്തിലായിരിക്കുന്ന അവസ്ഥ. അപ്രകാരം അന്ധകാരത്തിലായിരുന്ന ജനതയ്ക്ക് വലിയ പ്രകാശമായി, സത്യത്തിൻ്റെ പ്രകാശമായി ഈശോ മനുഷ്യനായി അവതരിച്ചു. ആ സത്യത്തിൻ്റെ പ്രകാശമാണ് ഈശോയുടെ ജീവിതത്തിലൂടെ അവിടുന്ന് പ്രകടമാക്കിയത്. മരണത്തിൻ്റെയും മരണ സംസ്കാരത്തിൻ്റെയും പിന്നാലെ കഴിയുന്നവർക്ക് വലിയ പ്രകാശമായിട്ട്, പ്രത്യാശയായിട്ട്, ജീവന്റെ സുവിശേഷമായിട്ട് ജീവിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിക്കും കടമയുണ്ട് എന്ന കാര്യമാണ് ഈശോ തൻ്റെ പ്രഥമ പ്രഘോഷണത്തിലൂടെ പറയുന്നത്. ഈശോയിലേക്ക് പിന്തിരിയുവാനും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന് ചേർന്ന വിധത്തിൽ ജീവിക്കുവാനുമുള്ള ക്ഷണമാണ് ഈശോയുടെ ആദ്യ പ്രഘോഷണം നമ്മോട് പറയുന്നത്. ദൈവവചനത്തിന് സ്വയം സമർപ്പിച്ച് അന്ധകാരത്തെയും അന്ധകാര ശക്തികൾക്കും എതിരെ പോരാടുവാനും, മരണത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ജീവന്റെയും പ്രത്യാശയുടെയും സംസ്കാരത്തിലേക്ക് ഉയരുന്നൊരു ആത്മീയത പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.